ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വിചാരിച്ചാൽ മോർണിംഗ് രാവിലത്തെ ഇച്ചിരി പരിപാടികൾ കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾക്ക് വെള്ളം വിട്ടിട്ടുണ്ടായി. 2 ദിവസത്തിനൊക്കെയാണ് ഞങ്ങൾക്ക് വെള്ളം വിടൽ. അപ്പോൾ വെള്ളം വിട്ടപ്പോഴാണ് ഞാൻ ഈ ചെടിക്കുട്ടന്മാരെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാറ്. 2 ദിവസത്തിനൊക്കെ ഞാൻ അതിന് ക്ലീൻ ചെയ്യും. അല്ലാത്ത ദിവസം ഞാൻ വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാത്തിനും ഇച്ചിരി മണ്ണ് കുറവുണ്ടായി. അപ്പോൾ എല്ലാത്തിനും ഇച്ചിരി പോട്ടിലേക്ക് മണ്ണിട്ട് കൊടുത്തതാണ് കേട്ടോ ഞാൻ. രാവിലെ തന്നെ ഈ പണി ചെയ്ത മാതിരി പിന്നെ ചെയ്യാൻ നിർന്ന് പറഞ്ഞാൽ അത് പിന്നെ തന്നെ ആയിപ്പോവുള്ളൂ. അപ്പോൾ അതിനെല്ലാം മണ്ണ് കൊടുന്ന് വെച്ചതുണ്ടായി. അപ്പോൾ അതിനെല്ലാം ഒന്ന് മണ്ണിട്ടിട്ട് എല്ലാത്തിനും ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്ത്. അപ്പോൾ രാവിലെ തന്നെ മഞ്ഞൊന്നോ മഴയെന്നറിയില്ല, മഞ്ഞ് മഴ മാതിരി ഇച്ചിരി മഴ അങ്ങനെ പെയ്ത മാതിരി ഉണ്ടായിട്ടോ. അതിന് മഞ്ഞാണോ മഴയാണോ എന്നൊന്നും അറിയില്ല. അപ്പം മണ്ണ് ഫുള്ളും സിറ്റ് ഔട്ടിൽ ഫുള്ളും മണ്ണായിൻ്റെ കേട്ടോ. അപ്പം അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെ ഞങ്ങൾക്ക് ഈ വെള്ളം നിൽക്കുമ്പോഴത്തേനും തുണീൻ്റെ പരിപാടികളെല്ലാം കഴിയണം കേട്ടോ. അപ്പോൾ ഇത് മഴയാണോ മഞ്ഞാണോ എന്നറിയില്ല കേട്ടോ. പക്ഷെ നല്ല മഞ്ഞ് ഈ ഓവറായിട്ട് വീണ മാതിരി തോന്നുന്നുണ്ട് എനിക്ക്. മഴയെന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ മഴൻ്റെ മാതിരി തന്നെ തോന്നുന്നുണ്ട്. അങ്ങനെ അതെല്ലാം നോക്കി ഇങ്ങോട്ട് നിന്ന് പറഞ്ഞാൽ ഉള്ളിലത്തെ പണി തീരില്ല. അപ്പം കുട്ടികൾക്ക് ഇന്ന് സ്കൂളില്ലാത്ത ദിവസമാണ് സൺഡേ. അപ്പോൾ ഞാൻ ചപ്പാത്തിയും കടലക്കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. കടല കുറച്ചുള്ളതുകൊണ്ട് അതൊക്കെ ഞാൻ 2 ആലോട്ടുണ്ടായി കേട്ടോ. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് പറഞ്ഞാൽ എല്ലാവരും ചെയ്യണ മാതിരി ഞാൻ പ്രത്യേകിച്ച് കാട്ടാനൊന്നുമില്ല കേട്ടോ. ഇത്ര ഇൻഗ്രീഡിയൻസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനത്തെ ഇച്ചിരി പൊടി ഐറ്റംസുകൾ. പിന്നെ ഞാൻ ഇച്ചിരി എണ്ണയ്ക്ക് സവാള 2 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സവാള ഞാൻ ചെറിയതായിട്ട് അരിഞ്ഞിട്ടുള്ളത്. അത് ഒന്ന് വഴന്ന് വരുമ്പോഴത്തേനും അതിലേക്ക് ഒരു ടൊമാറ്റോ, പിന്നെ ഇച്ചിരി കൊത്തമല്ലി ചപ്പ് ഞാൻ ഇട്ട് കൊടുത്തേക്കണേ. വേറെ ഒന്നും ഇടാൻ പോയിട്ടില്ല. ഒരു ചപ്പാത്തിക്ക് ഇച്ചിരി ഗസി മാതിരി. അപ്പോൾ അതൊന്ന് വഴന്ന് വരുമ്പോൾ അതിക്ക് മുളക് പൊടി നല്ല കാശ്മീരി ചില്ലിയാണ് കേട്ടോ. ഇവിടെ TKK ചില്ലി പൗഡർ പറയും, അതാണ്. അതും ഇച്ചിരി കൊത്തമല്ലി പൊടിയും. എനിക്ക് എല്ലാ ഇതിനും കൊത്തമല്ലി പൊടി വേണം. അപ്പോൾ എനിക്കതൊരു ടേസ്റ്റ് തോന്നാറുള്ളൂ കേട്ടോ. അപ്പോൾ കൊത്തമല്ലി പൊടി ഇതും അതിനിടയ്ക്ക് ഞാൻ ഗരം മസാല ഇട്ടുണ്ടായി കേട്ടോ. അത് നിങ്ങൾ കാണാൻ വിട്ടു പോയി. അങ്ങനെ ഇത്ര ഇട്ടിട്ട് ഞാൻ നനച്ച് വെച്ച കടല, പിന്നെ ഒരു ആലു മുറിച്ചിട്ടിട്ടുണ്ടായി. അത് 2 ഇട്ടിട്ട് ഒന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്ത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത് വെള്ളമൊന്നും വിടത്തില്ലല്ലോ. അപ്പോൾ ഇച്ചിരി ഉപ്പിട്ടിട്ട്. അപ്പോൾ ഇന്നത്തെ നാസ്ത പരിപാടി ചപ്പാത്തിയും കടലക്കറിയും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോക്കാം കേട്ടോ. അസ്സലാമു അലൈക്കും.